ഒന്നുമില്ല, പടം കാണാൻ തിയേറ്ററിൽ കയറാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു പടമാണ്. പടം പോയി. എൻ്റെ ചെറുപ്പത്തിൽ കണ്ട പല കാര്യങ്ങളും ഇപ്പോഴും അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങളൊരു കൊമേഴ്ഷ്യൽ സാധനമെല്ലാം മനസ്സിൽ വിചാരിച്ചൊന്നും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കേരളത്തിൽ നിന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുന്നത് എനിക്ക് ഭയങ്കര ഞെട്ടലാണ്, ഇപ്പോഴും ഇങ്ങനെ ഉണ്ടോ എന്നുള്ള. കൊട്ടുകളി ഓക്കെ, എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ആകുമ്പോൾ അത് പെരിയ വിഷയം. പൊളിപ്പടം, സീരിയൽ പോലെ പോണം, പടം കൊള്ളൂല, അവാർഡ് പടം. ഇതല്ല, ഇത് പൊളിന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളിപ്പടം. ഒന്നുമില്ല, 1.5 മണിക്കൂർ പടം. അതിൻ്റെ പടത്തിൽ എന്ത് നടക്കുന്ന ആർക്കും പിടുത്തം കിട്ടില്ല. ഒരു ഭയങ്കര പൊളി. പടം പോയി. ഒന്നുമില്ല, പടം കാണാൻ തിയേറ്ററിൽ കയറാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു പടമാണ്. അടിപൊളി സിനിമയാണിത്. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയ സിനിമയാണിത്. ഗുഡ് വാച്ച്. അത് അടിപൊളിയാണ് ആക്ടിങ്. നല്ല മൂവിയാണ്. സൗണ്ട് ഡിസൈനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഒരു മ്യൂസിക്കിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഫസ്റ്റ് ടൈമാണ് സിനിമ കാണാൻ വരുന്നത്. നല്ല മൂവിയാണ്, വാച്ചബിൾ, ഓൺ ടൈം വാച്ച്. എല്ലാവരും അഭിനയമൊക്കെ, അന്നാബനൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. സൂര്യയൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. ഒരു റിയൽ ലൈഫിൽ കാണുന്നത്, നമ്മളും കൂടെ ട്രാവൽ ചെയ്യുന്നത് പോലെയുള്ള ഭയങ്കര നല്ല പടമാണ്. ഇതിനു മുമ്പേ ഉണ്ടായിരുന്ന പുള്ളിയുടെ കൂഴാങ്കലിൻ്റെ ആ ലെവൽ എത്തിയിട്ടില്ലെങ്കിലും ഭയങ്കര ക്ലാസ് പടമാണ്. എല്ലാവരുടെ കപ്പ് ഓഫ് കോഫിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ബട്ട് നല്ലതാണ്. ഓവറോൾ നിങ്ങൾ വിനോദ് രാജിൻ്റെ ഇതിനു മുമ്പേയുള്ള പടം കൂഴാങ്കൽ കണ്ടിട്ടുണ്ട്. ആ പടം ഇഷ്ടമാണെങ്കിൽ ഈ പടം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ നിങ്ങളൊരു കൊമേഴ്ഷ്യൽ സാധനമെല്ലാം മനസ്സിൽ വിചാരിച്ചൊന്നും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. கொட்டுக்காளி ஓகே, பட் வந்துட்டு எல்லாருக்கும் அண்டர்ஸ்டாண்ட் ஆகுமாங்க அது பெரிய விஷயம். அப்புறம் இப்போ இருக்க ஃபாஸ்டஸ்ட், இப்போ எல்லாம் மூவியெல்லாம் இவ்வளோ ஃபாஸ்ட்டாக இருக்கும்போது வந்துட்டு பேக்ரவுண்ட் மியூசிக்கே இல்லாமல் அவ்வளோ ஒரு பேஷியன்ஸோடு உட்காந்து பார்க்க முடியுமாங்குது. அது கிளைமேக்ஸு யாருக்கும் அண்டர்ஸ்டாண்ட் ஆகிற மாதிரி தெரியலை. உண்மை சம்பவம்லாம் இல்லை, ஒரு இமேஜினேஷன் தான். ப்ரெசன்ட் ஒரு இமேஜினேஷன் தான். இமேஜினேஷனில் மேபி வில்லேஜ் சைடில் நடக்கிற ஒரு வில்லேஜ் சைடில் உள்ள மேபி ரியல் இன்சிடென்ட் டைப் தான். ஆக்டிங் ஓகே, சூரிய ஆக்டிங் நல்லா இருக்குங்க. നല്ല പടം, കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഓവറോൾ ഭയങ്കര ഒരു ഇതിൻ്റെ മേക്കിംഗ് ഭയങ്കരമായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും വില്ലേജ് സ്ഥലങ്ങളിൽ കാണുന്ന ആ ജീവിതം നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ കണ്ട പല കാര്യങ്ങളും ഇപ്പോഴും അതേപോലെ പറഞ്ഞിട്ടുണ്ട്. സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇതില്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പറാണ്. അഭിനയം ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കോമഡി കാലം, ഒരു ക്യാരക്ടർ, ഒരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിൻ്റെ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്, ഇറ്റ്സ് ബെറ്റർ. പിന്നെ ഇത് ശരിക്കും ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും സമൂഹത്തിന്, സൊസൈറ്റിക്ക് മെസ്സേജാണ്. അപ്പം ഇങ്ങനെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മാറണം. നല്ലൊരു മെസ്സേജാണ് മൂവി. നമുക്ക് ഇപ്പം ഞാൻ കണ്ടപ്പോൾ ഇത്ര ഇങ്ങനെയല്ല എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ കേരളത്തിൽ നിന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുന്നത് എനിക്ക് ഭയങ്കര ഞെട്ടലാണ്, ഇപ്പോഴും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്. കൊള്ളാം, നല്ല പടമായിരുന്നു. തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും വിമൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നതും പിന്നെ ജാതി ബേസ്ഡുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരു ഫാമിലിയകത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും കാണണം. സൂര്യയുടെ അഭിനയം കൊള്ളാം, നല്ല ആക്ടിങ്ങാണ്. വ്യത്യസ്തമായ കഥകളാണ് സൂര്യ ഇപ്പോൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, നല്ല മൂവി, നല്ല മൂവിയാണ്. പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പോഴും സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ തന്നെ അവർ പടമാക്കിയേക്കുന്നത്. റിയൽ ബേസ്ഡ് സിനിമയിൽ പോലും സ്റ്റിൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ നടക്കുന്നൊരു സിനിമ തന്നെയാണ്. പക്ഷേ അതൊക്കെ നമ്മൾ വാർത്തയിൽ കൂടി കാണുമ്പോഴും ടി വി കൂടി കാണുമ്പോഴും മൂവി കണ്ടപ്പം അതൊരു റിയലായിട്ട് തന്നെ നമുക്കൊരു ഫീൽ ചെയ്യിപ്പിച്ചൊരു മൂവി. തമിഴ് ആൾക്കാർ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരും ഒരു മസ്റ്റ് വാച്ചബിൾ മൂവി തന്നെയാണ് ആക്ച്വലി. കാരണം ഈ സിറ്റി ഒക്കെ ഈ റൂറൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനത്തെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനത്തെ ഒരു കുറച്ച് സിസ്റ്റംസും കസ്റ്റംസൊക്കെ വെച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പടം മെസ്സേജ് തന്നെയാണ്, സോഷ്യൽ മെസ്സേജ് തന്നെയാണ്. നല്ല അഭിനയം. ആക്ച്വലി ഞാൻ കുറച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് തന്നെ കയറിയേ. പക്ഷേ ഒരുപാട് സംസാരിക്കുന്നില്ല ആനാബെല്ലൊക്കെ, പക്ഷേ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതിൽ തന്നെ ഒരു നല്ല അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ സൂര്യ ആസ് യൂഷ്വൽ നല്ലൊരു ആക്ടിങ്. പിന്നെ കോ ആക്ടറും ഇവരൊക്കെ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്.